പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബിജുവച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ തരുന്നത്. ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അൽത്താരയിൽ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്കൊക്കെ അവസരം ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട് എന്നതിൻ്റെ അഭിമാനമാണ്, സന്തോഷമാണ്. സത്യത്തിൽ ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കയ്യും കാലമൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള അൽത്താരയിലാണ് നിൽക്കുന്നത്. ഒട്ടും തന്നെ യോഗ്യരല്ല നമ്മളെല്ലാവരും തന്നെ, പുരോഹിതനായാലും നമ്മളെല്ലാവരും തന്നെ ഒട്ടും തന്നെ യോഗ്യരല്ല ഇത്രയും അനുഗ്രഹമുള്ള ഒരു ഇടത്ത് നിൽക്കുവാനായിട്ട്. എങ്കിൽ പോലും പരിശുദ്ധ അമ്മ തൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെയൊക്കെ യോഗ്യരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്ര വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ നമുക്കൊക്കെ തരുമ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇനിയും അനുഭവിച്ചറിയുവാനായിട്ടും ഈ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരസ്പരം കൈമാറി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. അതിന് എല്ലാത്തിനും പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദി പറയാം. ഒപ്പം ഇനിയും നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇതേ സംരക്ഷണമൊക്കെ അനുഭവിച്ചറിയുവാനായിട്ട് കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുചേരാം. ഈ ബലി ഏറ്റവും ഒരുക്കത്തോടു കൂടി അർപ്പിക്കുവാനായിട്ട് അറിഞ്ഞും അറിയാതെയും ദൈവത്തിന് മനുഷ്യനുമെതിരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികമറിയത്തോടും എല്ലാ മാലാഖന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ്റെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ലോകരക്ഷയ്ക്കായി അനുതാപത്തിലും പ്രാർത്ഥനയിലും നിലനിന്ന് ക്രിസ്തുവിൻ്റെ രാജ്യം ദിനം പ്രതി കൂടുതൽ ഫലപ്രദമായി വ്യാപിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.
വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിലിത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്നും ചുരുൾ വാങ്ങി വിഴുങ്ങി. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിലത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്നും പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി. അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാജ്ഞ നിമിത്തം ഞാൻ വായി തുറന്ന് കിതയ്ക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഇത്രയും ബഹുമാനപ്പെട്ട മുഖ്യകാർമ്മികനായ സുജിത്തച്ച, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലാണ് ഇന്ന് നാം പരിശുദ്ധ ബലി അർപ്പിക്കുന്നത്. പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട അൾത്താരയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കില്ല. പരിശുദ്ധമ്മ നമ്മെ എല്ലാവരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഇന്നത്തെ ഈ ബലിയർപ്പണം. പരിശുദ്ധ കന്യകാ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് 1917 മെയ് 13 തീയതിയാണ്. മെയ് 13 ഇടയ കുഞ്ഞുങ്ങളായ ജസീന്ത, ഫ്രാൻസിസ്കോ, ലൂസി എന്ന് പറയുന്ന 3 മക്കൾക്ക്
പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടും. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ആ മക്കളോട് പറയുന്നത് ജപമാല ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലുമ്പോൾ ആദ്യം ഹൃദയ സമാധാനം കൈവരും. ഹൃദയത്തിൽ നിന്നും അത് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്നും അത് ലോകത്തിലേക്കും വ്യാപിക്കും. അതുകൊണ്ട് എല്ലാവരും ജപമാല ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതായിരുന്നു പരിശുദ്ധമ്മയുടെ ആദ്യത്തെ നിർദ്ദേശം. മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ തുടർച്ചയായ 6 മാസങ്ങളിൽ 13-ാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഒക്ടോബർ 13-ാം തീയതിയാണ്. അന്ന് പരിശുദ്ധ കന്യകാമാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമെന്നറിഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. അന്ന് പത്രപ്രവർത്തകർ, മറ്റു മീഡിയ പ്രവർത്തകർ എല്ലാം സന്നിഹിതരായിരുന്നു. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം വെളിവാക്കിക്കൊണ്ട് ശക്തമായ മഴ പെയ്യുന്നു. എല്ലാവരും നനഞ്ഞു കുതിരുകയാണ്. പെട്ടെന്ന് തന്നെ സൂര്യൻ ഉദിക്കുന്നു. എല്ലാവരുടെ വസ്ത്രങ്ങൾ ഉണങ്ങുന്നു. വെള്ളം വീണ് ചെളിപുരണ്ട ഈ പ്രദേശമൊക്കെ വരണ്ട ഭൂമിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു, ആകാശത്ത് സൂര്യൻ പല നിറങ്ങളിൽ ഡാൻസ് കളിക്കുന്നതായി, നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അന്നത്തെ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയൊക്കെ ആയിരുന്നു. പരിശുദ്ധ കന്യകാമാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് 1 വർഷം മുമ്പ് 1916 ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട്. ഈ മാലാഖ അറിയപ്പെടുന്നത് സമാധാനത്തിൻ്റെ മാലാഖ എന്ന പേരിലാണ് ഈ മാലാഖ അറിയപ്പെടുന്നത്. ഈ മാലാഖ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: എൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. വീണ്ടും ആ പ്രാർത്ഥനയുടെ തുടർച്ചയിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, അങ്ങയെ വിശ്വസിക്കാത്തവരെ പ്രതി, അങ്ങയെ ആരാധിക്കാത്തവരെ പ്രതി, അങ്ങയെ ആശ്രയിക്കാതെ അങ്ങയെ സ്നേഹിക്കാത്തവരെ പ്രതി ഞങ്ങൾ അങ്ങയോട് ക്ഷമയാചിക്കുന്നു. ഇതായിരുന്നു മാലാഖ ആ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് 1 വർഷം കഴിയുമ്പോൾ 1917 മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. പലവട്ടം പ്രത്യക്ഷപ്പെടുന്നു. അവസാനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒക്ടോബർ 13-ാം തീയതി 3 സന്ദേശം ഈ പരിശുദ്ധമ്മ മക്കൾക്ക് നൽകി. അന്ന് 1 ലക്ഷത്തോളം ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേർന്നെങ്കിലും ദർശനം കിട്ടിയത് ഈ 3 മക്കൾക്ക് മാത്രമായിരുന്നു. അപ്പോഴാണ് ഈ 3 സന്ദേശം നൽകുന്നത്. അതിൽ ഒന്നാമത്തെ സന്ദേശം ഇങ്ങനെയായിരുന്നു: ദർശനം നരകവും നരകത്തിലെ നരകയാതനകളെക്കുറിച്ചുള്ളൊരു ദർശനമായിരുന്നു. രണ്ടാമത്തെ ദർശനം ലോകമഹായുദ്ധത്തെക്കുറിച്ചും റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശമായിരുന്നു. മൂന്നാമത്തെ ദർശനം പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വധശ്രമമുണ്ടാകും എന്നുള്ള ഒരു സൂചനയായിരുന്നു. 1981 മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വെടിയേറ്റു. അന്ന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെയാ പറഞ്ഞത്: പരിശുദ്ധമ്മ ആ വെടിയുണ്ടയുടെ ഗതിയെ മാറ്റി എന്നെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതിൻ്റെ നന്ദി സൂചകമായി അന്നേറ്റ ആ വെടിയുണ്ട ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ ആ കിരീടത്തിൽ കൊണ്ടുവന്ന് പരിശുദ്ധ പിതാവ് സ്ഥാപിച്ചു. 2017 ആകുമ്പോൾ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 100-ാം വാർഷികമായിരുന്നു. അന്ന് ഫ്രാൻസിസ് പാപ്പ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് ജസീന്ത, ഫ്രാൻസിസ്കോ എന്നീ മക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ജസീന്തയും ഫ്രാൻസിസ്കോയും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയവരാണ്. 10-14 വയസ്സുള്ളപ്പോഴാണ് അവർ മരിക്കുന്നത്. 100-ാം വാർഷികത്തിൽ ഈ 2 മക്കളെയും ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ലൂസി 97 വയസ്സ് വരെ ജീവിച്ചു. 2005 ഈ മകള് മരിക്കുന്നത്. ഏതാനും 2017 തോന്നുന്നു ഈ ലൂസിയെ ദൈവദാസിയായിട്ട് ഉയർത്തി, വിശുദ്ധ പദവിയുടെ ആദ്യഘട്ടത്തിലേക്ക് ഉയർത്തി.
100-ാം വാർഷികം ആഘോഷിക്കാനായിട്ട് ഈ ജനങ്ങൾ മുഴുവനും ഇവിടെ സ്തംഭടിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യകാ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഇടയ ബാലകരോട് ഇങ്ങനെയാ ചോദിച്ചത്: നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുക. പാപ്പ പറഞ്ഞു, ഇന്നും നമ്മോടും പരിശുദ്ധമ്മ ചോദിക്കുക, ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തെ നിങ്ങൾ ശുശ്രൂഷിക്കാൻ സന്നദ്ധത കാണിക്കുക. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി നാം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക, ദൈവശുശ്രൂഷയിൽ വ്യാപൃതരായി മാറുക. പരിശുദ്ധ മാലാഖമാർ ഈ മക്കൾക്ക് നൽകിയ ആ പ്രാർത്ഥനയാണ് ഇന്ന് ഫാത്തിമ മാതാവ് നമുക്ക് തരുന്ന സന്ദേശം. ദൈവമേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവസ്നേഹത്താൽ നമ്മുടെ ജീവിതം നയിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഉണ്ടാകും. ആ കുഞ്ഞുമക്കൾക്ക് മാതാവ് പലവട്ടം പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടും. മാലാഖ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഇനിയുള്ള നാളുകളിൽ ഉരുവിടാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവരെ പ്രതി, അങ്ങയെ ആരാധിക്കാത്തവരെ പ്രതി, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയെ ആശ്രയിക്കാത്തവരെ പ്രതി ഞങ്ങൾ അങ്ങയോട് ക്ഷമയാചിക്കുന്നു. ഇതായിരിക്കട്ടെ ഫാത്തിമ മാതാവ് നമുക്ക് തരുന്ന സന്ദേശം. ദൈവത്തിൻ്റെ വലിയ കൃപ ഫാത്തിമ മാതാവ് വഴി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും വർഷിക്കട്ടെ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സാർവത്രിസഭയുടെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറായി. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്മരണ കൊണ്ടാടിക്കൊണ്ട് സന്തോഷത്തോടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എളിമയുടെ ഈ കാഴ്ചയർപ്പണം സ്വീകരിക്കണമേ. അങ്ങനെ ഈ അർപ്പണം ക്രിസ്തുവിൻ്റെ ബലിയായി ഒന്നു ചേരുന്ന ഞങ്ങൾക്ക് ഇഹലോക ആശ്വാസവും പരലോകത്തിൽ നിത്യ സംരക്ഷണവും ലഭിക്കുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്മരണ ആചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ തുടങ്ങിയ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി തീർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും ആൻ്റണി മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ മരിയ ഭക്തനായ വിശുദ്ധ അന്തോണിയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് നമുക്ക് ആലപിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയുമാകുന്നു എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലോകം മുഴുവനിലും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. യേശുക്രിസ്തുവിന്റെ ഈശ്വരത്വം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈശ്വരത്വം നമ്മെ നിത്യജീവിതത്തിലേക്ക്
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിവ്യ വീടിനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. പാപം നിറഞ്ഞ പഴയ ജീവിതശൈലി വെടിഞ്ഞ് പുണ്യജീവിത മാർഗത്തിൽ ചരിക്കുവാനും നിത്യരക്ഷയുടെ ഫലം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാവിധ തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളെ ഫലസമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന്